കൊച്ചി നഗരസഭയിൽ 5 വർഷം ഭരണസമിതി ചെയ്യാത്ത പരിഷ്കാരങ്ങളുമായി കാവൽ ഭരണാധികാരിയായ കളക്ടർ. പുതിയ ഭരണസമിതി വരും മുമ്പ് ജനപ്രിയമായ 7 പരിഷ്കാരങ്ങളാണ് നടപ്പാക്കാൻ കളക്ടർ ഒരുങ്ങുന്നത്. ജനകീയ കൗൺസിലുകൾക്ക് വർഷങ്ങളായി തീരുമാനമെടുക്കാൻ പറ്റാതിരുന്ന കാര്യങ്ങളിൽ ഒരാഴ്ചക്കുള്ളിൽ നടപടി. ഇതാണ് എറണാകുളം ജില്ലാ കളക്ടർ MG രാജമാണിക്യം തലവനായ കൊച്ചി കോർപ്പറേഷൻ ഭരണ കൗൺസിലിന്റെ ലക്ഷ്യം. മെട്രോ നഗരത്തിന് തലവേദനയായ തെരുവുനായ്ശല്യത്തിന് പരിഹാരമാണ് മുൻഗണനാ പട്ടികയിൽ ആദ്യത്തേത്. നഗരപരിധിയിലെ വളർത്തുനായ്ക്കൾക്ക് ഉടൻ ചിപ്പ് ഘടിപ്പിക്കും. ജനങ്ങൾക്ക് ശല്യമാകുന്ന നായ്ക്കളെ കണ്ടെത്താൻ പ്രത്യേക സംഘം. പൊതുജന സഹായത്തിനായി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സഹായ കേന്ദ്രവും ആരംഭിച്ചു. തെരുവുനായ് ശല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്നലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൂടി വെറ്ററിനറിയൻസ് അതുപോലെ ഡോഗ് ക്യാച്ചേഴ്സ് വണ്ടി ഉൾപ്പെടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഹെൽത്ത് വിഭാഗത്തിനാണ് അതിൻ്റെ ചുമതല കൊടുത്തിട്ടുള്ളത്. 24 മണിക്കൂറിൽ ആരെങ്കിലും ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തെരുവുനായി ശല്യം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു കാൾ ചെയ്താൽ നമ്മളുടെ ആൾക്കാർ അറ്റൻഡ് ചെയ്ത് അത് നായി പിടിച്ചിട്ട് പിന്നെ അത് പരിശോധിക്കും. അനധികൃത അറവുശാലകൾക്കെതിരെ നടപടി, പാർക്കിംഗ് സ്ഥലങ്ങൾ അനധികൃതമായി കെട്ടിയടയ്ക്കുന്നവർക്കെതിരെ കേസെടുക്കുക തുടങ്ങി രാഷ്ട്രീയ ഭരണസമിതി മടിക്കുന്ന പല കാര്യങ്ങളും കളക്ടർ ഇനി ചെയ്യും. കോർപ്പറേഷൻ ഓഫീസ് ശുദ്ധീകരിക്കുന്നതിനായി പഞ്ചിംഗ് സംവിധാനവും ഈ ആഴ്ച തുടങ്ങും. ഈ മാസം 12-നകം കോർപ്പറേഷൻ ഫയലുകൾ ഡിജിറ്റൽ ഫോർമാറ്റിലാക്കും. ബ്രഹ്മപുരം പ്ലാന്റിൽ പുറത്തുനിന്നുള്ളവർ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ അടുത്ത ദിവസം തന്നെ ക്യാമറ സ്ഥാപിക്കും. വർഷങ്ങളായി കോർപ്പറേഷനിൽ പരിഹരിക്കപ്പെടാത്ത പരാതികളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി പുതിയ ഭരണസമിതി അധികാരമേറ്റെടുക്കും മുമ്പ് അദാലത്ത് നടത്തുന്നതിനും ആലോചനയുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.